ഉഷ്ണതരംഗത്തിലും കൊടും ചൂടിലും സംസ്ഥാനത്ത് 257 കോടിയുടെ കൃഷിനാശം. 60,000 കർഷകർക്കാണ് കൃഷിനാശം ഉണ്ടായത്. കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര സഹായം ആവശ്യപ്പെടുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. സംസ്ഥാനത്ത് വേനൽ മഴ കുറഞ്ഞതാണ് വ്യാപക കൃഷിനാശത്തിന് കാരണം. ഇടുക്കി, വയനാട്, പാലക്കാട് കാർഷിക മേഖലയിലാണ് കൂടുതൽ നഷ്ടമുണ്ടായത്. ജലദൗർലഭ്യത്തെ തുടർന്ന് കീടബാധ കൂടി, വിളവ് കുറഞ്ഞു. നെല്ലുൽപാദനത്തിലും വലിയ ഇടിവുണ്ടായി. വരും ദിവസങ്ങളിൽ നഷ്ടത്തിന്റെ അളവ് കൂടും. കോടികളുടെ കൃഷിനാശമുണ്ടായത് ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ കാർഷിക മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വരുന്ന ആളുകളിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇതെല്ലാം പ്രതിഫലിക്കും. സാധനങ്ങളുടെ ലഭ്യത കുറവിലേക്ക് അതെത്തും. അങ്ങനെ കുറയുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന മറ്റ് നടപടികളെല്ലാം ഉണ്ട്, മറ്റ് പ്രയാസങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെയും അനുഭവിക്കേണ്ട അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും. കൃഷി നശിച്ചു എന്നുള്ളതിന്റെ പേരിൽ കർഷകനുണ്ടാവുന്ന ബുദ്ധിമുട്ടല്ല ഉള്ളത്, ഈ നാട്ടിലെ ജനങ്ങളുടെ ഭക്ഷണത്തിനാണ് അതെല്ലാം വന്നു ഭവിക്കുന്നത്. കർഷകർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ ആവശ്യപ്പെടാൻ ഉദ്യോഗസ്ഥ സംഘത്തെ ഡൽഹിയിലേക്ക് അയക്കും. വരൾച്ച ബാധിച്ച കൃഷിയിടങ്ങളിൽ പ്രത്യേക പരിശോധനകൾ നടത്താൻ വിദഗ്ധ സംഘത്തെയും നിയോഗിക്കും. ചില മേഖലകൾ വരൾച്ച ബാധിതമായി പ്രഖ്യാപിക്കാൻ കൃഷിവകുപ്പ് ശുപാർശ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഉദ്യോഗസ്ഥന്മാരുടെ സംഘത്തെ ഡൽഹിയിലേക്ക് അയച്ച് ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഒരു ഇടപെടൽ തീർക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റും ഇക്കാര്യം ഗൌരവതരമായി ചർച്ച ചെയ്യും. സാധ്യമായ സഹായങ്ങളെല്ലാം കർഷകർക്ക് എത്തിക്കേണ്ടതുണ്ട്. സർക്കാരുകളുടെയും സമൂഹത്തിന്റെയും എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ കർഷകർക്ക് ഈ അവസരത്തിൽ ലഭ്യമാവേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ വരൾച്ച ബാധിത മേഖലയായി പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ മാറ്റണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, ആലപ്പുഴ.